ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾക്ക് സ്പൈസി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കൻ പീസ് വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകോടെയും പേസ്റ്റ് ആക്കിയതും, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്താണ്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം 1.5 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് വരും ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വിനേഗിരും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ വിനേഗർ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇല്ലെങ്കിൽ കുറച്ച് നല്ല പുളിയുള്ള തൈര് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും അടച്ച് വയ്ക്കുക കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കും, കുഴപ്പമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്യാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഓയിൽ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഒരു സൈഡും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്ത സൈഡോടെ മറിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് പീസ് ഞാനിങ്ങനെ മറിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതും കൂടെ മറിച്ചിട്ടിട്ട് ഒന്നോടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും നെക്സ്റ്റ് ടൈം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.